നെടുമങ്ങാട് 1.5 വയസ്സുകാരനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അഷ്കറിന്റെ ആദ്യ ഭാര്യ ആമിനയെ സന്ദർശിച്ച മന്ത്രി ബിന്ദു കൃഷ്ണ. കുടുംബം പറയുന്ന കാര്യങ്ങൾ ഞെട്ടിക്കുന്നതെന്ന് മന്ത്രി. അഷ്കറിനെതിരെ നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ 6 പരാതികൾ നൽകിയിട്ടും കേസെടുത്തില്ല. നടപടികളെടുക്കാത്ത പോലീസുകാരെ കുറിച്ച് ആഭ്യന്തരമന്ത്രിക്ക് റിപ്പോർട്ട് നൽകുമെന്നും മന്ത്രി. ബിന്ദുവിനെ പറഞ്ഞാൽ മാത്രം മതിയല്ലോ അയാളുടെ ക്രൂരതയുടെ ആഴം അറിയാൻ. അതുകൊണ്ട് ഈ ആരോപണ വിധേയമാകുന്ന എല്ലാ വിഷയങ്ങളും അന്വേഷിപ്പിക്കാൻ വേണ്ടി ഉള്ള നിലപാട് സർക്കാർ എടുക്കും. കുടുംബ സംശയം പറയുമ്പോൾ തീർച്ചയായും അത് അന്വേഷിപ്പിച്ചേ മതിയാകും. ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഇന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് കത്ത് നൽകും. സർക്കാരിന് സാധ്യമായ എല്ലാ സഹായങ്ങളും ബന്ധപ്പെട്ട മുഖ്യമന്ത്രി അടക്കം ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരെ ആലോചിച്ച് ചെയ്യും. ആമിനയെ അഷ്കറിന്റെ വീട്ടുകാരും മർദ്ദിച്ചിരുന്നതായി പിതാവ് ഷിഹാബ്. മകന്റെ മരണത്തിൽ അഷ്കറിനെ സംശയമുണ്ട്. ആമിനയുടെ ചികിത്സയ്ക്കായി സർക്കാരിന്റെ സഹായം വേണമെന്നും പിതാവ്. നമ്മൾ ഇതുവരെ ആവശ്യപ്പെട്ടില്ല. നമുക്ക് ആവശ്യം വേണം. കാരണം എന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ നമ്മളെ വസ്തു എല്ലാം പണയത്തിലാണ്. അതിൻ്റെ കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഒരുപാട് പൈസ വേണം. ചികിത്സയ്ക്ക് വേണം. ഇപ്പോൾ തന്നെ 10-25 ലക്ഷം രൂപ പുറത്തായി. അതിൽ 10-15 ലക്ഷം രൂപ നമുക്ക് ഒരുപാട് പേര് തന്നാണ് നമ്മൾ സഹായിച്ചത്. പിന്നെ നമ്മളെ കയ്യിലുള്ളത് ഇപ്പം നമ്മളതിൽ ഒന്നുമില്ലാതെ നിൽക്കുകയാണ്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആഷിഖ് റഹ്മാൻ ചേരുന്നു. ആഷിഖ്, ഗുരുതര ആരോപണങ്ങളാണ് അഷ്കറിനെതിരെ ഉയരുന്നത്. അതായത് മുൻ ഭാര്യയെ ഇപ്പോഴും ആ യുവതി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. അത്തരത്തിൽ ക്രൂരമായിട്ടുള്ളൊരു ഉപദ്രവമാണ് ആമിനയ്ക്ക് നേരെ നടത്തിയത്. എന്നിട്ടും അഷ്കർ പുറത്തിറങ്ങി നടന്നു എന്നുള്ളതാണ്. എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ? അഖില, ഏറ്റവും പ്രധാനം ഈ അഷ്കറിൻ്റെ ക്രൂരത വെളിവാക്കുന്ന കൂടുതൽ കാര്യങ്ങൾ ആ പിതാവും വെളിപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അതിൽ ഈ സ്ഥിരമായി തന്നെ ഈ ആമിനയെ കല്യാണം കഴിച്ചതിന് ശേഷം ഈ അഷ്കറും അതുപോലെ അഷ്കറിൻ്റെ മാതാവും സഹോദരിയും ഉപദ്രവിക്കാറുണ്ട് എന്നുള്ള ഇന്നലെ ആമിനയുടെ ഉമ്മ സംസാരിച്ച അതേ കാര്യങ്ങൾ ഈ പിതാവ് ഷെരീഫും ആവർത്തിക്കുന്നു. ഇവർ 2019 വിവാഹം കഴിക്കുന്നത്. പക്ഷേ ഈ വിവാഹം കഴിക്കുമ്പോൾ തന്നെ ഈ ഷെരീഫ് അഷ്കറിൻ്റെ പശ്ചാത്തലം അന്വേഷിച്ചിരുന്നു. അപ്പോൾ തന്നെ അദ്ദേഹം ഇത്തരത്തിൽ ഫ്രോഡാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയിരുന്നതായി ആ ഷെരീഫ് പറയുന്നു. പക്ഷേ ഈ മകളെ പക്ഷേ ഈ വിവാഹത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ആ പിതാവിന് കഴിഞ്ഞില്ല. പിന്നീട് ഈ മകളെ ബന്ധപ്പെടുന്ന സമയത്തെല്ലാം വലിയ പരിക്കുകൾ മകൾക്ക് ഏറ്റിരുന്നതായി ആ ഷെരീഫ് പറയുന്നു. പക്ഷേ മകൾ ഇത്തരത്തിൽ തനിക്ക് പരിക്കേറ്റ കാര്യം ആ കുടുംബത്തോട് സംസാരിക്കാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് മറ്റൊരിക്കൽ പോയ സമയത്താണ് മകളെ ചോര ഒലിച്ച് കിടക്കുന്ന രീതിയിൽ ഇവളെ അഷ്കറിനെ വീട്ടിൽ കണ്ടെത്തുകയും തുടർന്ന് ആശുപത്രിയിൽ എത്തുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ 2.5 വർഷത്തോളമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ആമിന. അത്തരത്തിൽ വളരെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് നേരിടുന്നത്. ഇതുവരെ 15 ലക്ഷത്തോളം രൂപ ചെലവായി. അത്തരത്തിൽ വലിയ രീതിയിൽ സാമ്പത്തിക പ്രയാസമടക്കം ഈ കുടുംബം നേരിടുന്നുണ്ട്. മാത്രമല്ല ഈ കുടുംബത്തെ, അതായത് ഈ സഹോദരൻ മുഹമ്മദിൻ 2 വർഷം മുമ്പ് കുളത്തിൽ മുങ്ങി മരിച്ചിരുന്നു. ഈ മരണത്തിലടക്കം ഈ അഷ്കർ പങ്കുള്ളതായി ഈ കുടുംബം ഇപ്പോൾ ഷെരീഫ് പ്രതികരിച്ചപ്പോൾ സംശയം ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല തന്നെയും അതുപോലെ തന്നെ തൻ്റെ ഭാര്യയും അടക്കം അഷ്കർ കൊല്ലുമെന്ന കാര്യമടക്കം വലിയ ഭീഷണിപ്പെടുത്തിയതായും ഈ പിതാവ് ഷെരീഫ് പറയുന്നുണ്ട്. എന്തായാലും ക്രൂരമായ ഈ സ്വഭാവം മുമ്പേ ഉണ്ടായിരുന്നതായും മറ്റു പല സ്ത്രീകളുമായും ഈ അഷ്കർ ബന്ധം പുലർത്തിയതും അടക്കമുള്ള കാര്യങ്ങൾ എന്തായാലും താൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കിയിരുന്നതായി ആ ഷെരീഫ് പറയുന്നുണ്ട്. എന്തായാലും അല്പസമയം മുമ്പ് ബിന്ദു കൃഷ്ണയും ആമിനയെ ആശുപത്രിയിൽ സന്ദർശിച്ചു. അവരും പറഞ്ഞത് ഇവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും സർക്കാർ ഉറപ്പാക്കും, സാമ്പത്തിക സഹായം അടക്കം ഉറപ്പാക്കും എന്നുള്ളതാണ് ബിന്ദു കൃഷ്ണ പറഞ്ഞത്. മാത്രമല്ല ഇവർ നെടുമങ്ങാട് പോലീസിൽ 6 തവണ പരാതി നൽകിയിരുന്നതായി ഈ കുടുംബം പരാതിപ്പെട്ടിരുന്നു. ഈ വിഷയത്തിൽ അടിയന്തരമായി തന്നെ ആഭ്യന്തരമന്ത്രിക്ക് താൻ കത്ത് നൽകും. ഇതിലൊരു പുനരന്വേഷണം അല്ലെങ്കിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചുകൊണ്ടുള്ള അന്വേഷണം വേണമെന്നുള്ള കാര്യം താൻ ആഭ്യന്തരമന്ത്രിക്ക് നേരിട്ട് കത്ത് നൽകി ആവശ്യപ്പെടുമെന്നുള്ള കാര്യം ബിന്ദു കൃഷ്ണ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല കുടുംബത്തിന് വേണ്ട സർക്കാർ സഹായങ്ങളടക്കം സർക്കാരുമായി മുഖ്യമന്ത്രിയുമടക്കം ചർച്ച ചെയ്ത ശേഷം അറിയിക്കുമെന്ന് പറയുന്നു. എന്തായാലും സർക്കാർ സഹായങ്ങൾ നൽകുമ്പോൾ പോലും ഇത്തരത്തിൽ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഈ കുടുംബം നേരിട്ട ഈ പോലീസിൽ നിന്ന് അടക്കം നേരിട്ട അവഗണനകളാണ് ഇത്തരത്തിലൊരു അവസ്ഥയിലേക്ക് എത്തിയെന്നാണ് പറയുന്നത്. കാരണം ഈ ആമിനയുടെ ആരോഗ്യസ്ഥിതി വെച്ചുകൊണ്ട് പരാതി നൽകുമ്പോൾ പോലും പോലീസ് ഗൗരവമായി പരിഗണിച്ചില്ല. അതാണ് ഇത്തരത്തിലൊരു അവസ്ഥയിലേക്ക് എത്തിയെന്ന കാര്യം കൂടി ആ കുടുംബം പറയുന്നുണ്ട്. എന്തായാലും ഈ പ്രതിയായ അഷ്കറിൻ്റെ ഗുരുതരമായ ഈ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചെയ്തികൾ വെളിപ്പെടുത്തുകയായിരുന്നു പിതാവായ ഷെരീഫ്. എന്തായാലും അവർക്കെതിരെ അടക്കം വധഭീഷണി അടക്കം മുഴക്കിയിരുന്നു അഷ്കർ എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ 2.5 വർഷമായി ആമിന ഇവിടെ ചികിത്സയിലാണ്. ആ ചികിത്സക്കടക്കം സർക്കാർ സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബമുള്ളത്. അഖില.